Hello everyone, part 2 of solid waste management. We are going to discuss the topic collection, composition of solid waste. Composition of solid waste includes physical properties and chemical and biological properties of solid waste. Physical composition നമുക്ക് individual components ഉണ്ട്, specific weight, moisture content, particle size and distribution, field capacity, permeability of compacted waste. Individual components എന്ന് പറഞ്ഞാൽ ഇതിൽ പെർസെൻറ്റേജ് വെയിറ്റ് വെച്ചിട്ടാണ് അതിന് നമ്മൾ റിലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് ഐഡൻറ്റിഫൈബിൾ കൺസിസ്റ്റൻസി, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന കമ്പോണൻസ് ആണ്. ഫുഡ് വേസ്റ്റ് ലൊക്കേഷൻ അനുസരിച്ചിട്ട് ഇതെല്ലാം മാറാം. ഇപ്പോൾ ഇൻഡസ്ട്രി ആണെങ്കിൽ പേപ്പറായിരിക്കും കൂടുതൽ, ഹൗസ് ഹോൾഡ് ആണെങ്കിൽ റെസിഡൻഷ്യൽ ഏരിയ ആണെങ്കിൽ ഫുഡ് വേസ്റ്റ് ആയിരിക്കും കൂടുതൽ. അതുപോലെ സ്പെസിഫിക് വെയ്റ്റ് is defined as the weight of a material per unit volume. Raw waste range in density from about 115 to 180 kg per meter cube. Usually ഈ സ്പെസിഫിക് വെയ്റ്റ് നമ്മൾ അൺകോമ്പാക്റ്റഡ് വേസ്റ്റിൻ്റെയാണ് പറയുക. നെക്സ്റ്റ് ഇസ് മോയ്സ്ചർ കണ്ടൻറ്റ്. Moisture content is expressed as mass per unit mass of wet or dry material. അതെന്തിനാണെന്ന് വെച്ചാൽ ഇതിന് എത്ര ഹീറ്റ് കണ്ടൻറ്റ് വേണം ഉണ്ട്, പിന്നെ അതുപോലെ ലാൻഡ് ഫിൽ സൈസിങ്, ട്രാൻസ്പോർട്ട് റിക്വയർമെൻറ്റ്സ്, ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. പാർട്ടിക്കിൾ സൈസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, അത് കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് ആവശ്യമുള്ളതാണ്. ഫീൽഡ് കപ്പാസിറ്റി important in determine the formation of leachate in landfills. നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ലീച്ചേറ്റ് യൂസ് ചെയ്യണം, എത്ര വേണം, സൈസ് വേണം എന്നൊക്കെ ഡിസൈഡ് ചെയ്യാനായിട്ട് ഫീൽഡ് കപ്പാസിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇനി പെർമിയബിലിറ്റി ഓഫ് കോമ്പാക്റ്റഡ് വേസ്റ്റ്, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പോർ സൈസ്, ഡിസ്ട്രിബ്യൂഷൻ, സർഫസ് ഏരിയ, porosity. ഇപ്പോൾ പോർ സൈസ്, ഡിസ്ട്രിബ്യൂഷൻ, surface area and porosity are the factors depending on permeability of compacted waste. Next is the chemical properties. ഇതിൽ നമുക്ക് കെമിക്കൽ പ്രോപ്പർട്ടി കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ലാൻഡ് ഫിൽ ലീച്ചേറ്റ് എങ്ങനെ വേണം, അതിൻ്റെ കോമ്പോസിഷൻ എങ്ങനെ വേണം, അതിന് ഇവാലുവേറ്റിംഗ് ദി പ്രോസസ്സിങ് ആൻഡ് റിക്കവറി എങ്ങനെ ചെയ്യാം, അതുപോലെ തന്നെ കെമിക്കൽ കമ്പോസിഷൻ അറിയാൻ പോലെ ഫീസിബിലിറ്റി ഓഫ് MSW കമ്പോസിഷൻ അറിയാൻ പറ്റുമോ. അതുപോലെ തന്നെയാണ് വേസ്റ്റ് ടു എനർജി ആയി കൺവേർട്ട് ചെയ്യണമെങ്കിൽ കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ ബിഹേവിയേഴ്സ് അറിഞ്ഞേ പറ്റും. ഇനി അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രോപ്പർട്ടീസ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് 4 പ്രോപ്പർട്ടീസ് ആർ പ്രോക്സിമിറ്റി അനാലിസിസ്, ഫ്യൂഷൻ പോയിന്റ് ഓഫ് ആഷ്, ultimate analysis and heat value. Next component is method of collection. There are 5 different phases of collection. Phase 1, individual house collection from owner. Second phase is collection by truck. Phase 3, more and more waste collection. Phase 4, truck routing. Phase 5, final destination. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള കളക്ഷൻ, വേസ്റ്റിൻ്റെ കളക്ഷൻ തൊട്ട് ഫൈനൽ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ഡിസ്പോസൽ സൈറ്റ് വരെയുള്ള അതിനെയാണ് 5 ഫേസസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നതിൽ വീട്ടിൽ നമ്മൾ കളക്ട് ചെയ്തിട്ട് വെക്കുക ബൈ ദി ഓണർ. നെക്സ്റ്റ് നമ്മൾ ഒരു ട്രക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ആ ട്രക്കിൽ നമ്മൾ 2 ടൈപ്പ് ഉണ്ട്, ബാക്ക് യാർഡ് കളക്ഷനുണ്ട്, കർബ് സൈഡ് കളക്ഷനുണ്ട്. ബാക്ക് യാർഡ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് കളക്ട് ചെയ്ത് കൊടുക്കുക. കർബ് സൈഡ് കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നമ്മളൊരു കളക്ഷൻ പോയിന്റിൽ നിന്ന് അത് കളക്ട് ചെയ്ത് കൊണ്ടുപോകാം. ഫേസ് 3യിൽ ഈ ഒരു ട്രക്കിൽ കൊണ്ടുവന്ന വേസ്റ്റ് വേറെ കുറേ ട്രക്കുകളിൽ കൊണ്ടുവന്ന വേസ്റ്റും കൂടിയിട്ട് ഒരു പെർട്ടിക്കുലർ ട്രക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുപോകുക. അല്ലെങ്കിൽ കുറേ ഹൗസസിൽ നിന്നുള്ള ട്രക്സ് ഒരേ ട്രക്കിൽ തന്നെ കളക്ട് ചെയ്ത് കൊണ്ടുപോകാം. പിന്നെ ട്രക്ക് റൂട്ടിങ്, അത് കുറേ വീടുകളിൽ നിന്നുള്ള ട്രക്സ് കൊണ്ടുവന്ന് ഒരു സ്ഥലത്ത് നിന്ന് ഒരു ട്രക്കിലേക്ക് ആക്കി നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്ത് ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കണം. ദെൻ ഫേസ് 5,
ഫൈനൽ ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ ഡിസ്പോസൽ സൈറ്റിലേക്ക് എത്തിക്കുന്ന ഫേസാണ് phase 5. Next is components of solid waste collection system. First one is collection point, collection frequency, storage containers, collection crew, collection route, transfer station. First one, collection points. Collection point എന്ന് പറയുന്നത് റെസിഡൻഷ്യൽ ആവാം, കൊമേഴ്ഷ്യൽ ഓർ ഇൻഡസ്ട്രിയൽ ഏരിയാസിലുള്ളതാകുമ്പോൾ അത് എവിടെയാണ് കളക്ട് ചെയ്യുന്നത് എന്നുള്ളതനുസരിച്ചിരിക്കും. ഒരു കളക്ഷൻ പോയിൻറ്റ്സ് സെറ്റ് ചെയ്ത് കളക്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും അവിടെ കൊണ്ടുവന്ന് കൊടുക്കുക. അവിടുന്ന് ആ കളക്ഷൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി ഡിപ്പെൻഡ്സ് ഓൺ ദ സൈസ് ആൻഡ് സ്റ്റോറേജ്. നെക്സ്റ്റ് ഇസ് കളക്ഷൻ ഫ്രീക്വൻസി. അത് ലൊക്കാലിറ്റി അനുസരിച്ച്, അതുപോലെ തന്നെ ഏത് ടൈപ്പ് ക്ലൈമാറ്റിക് കണ്ടീഷൻ ടൈപ്പ് ഒക്കെ അനുസരിച്ചിട്ടാണ് ആ കളക്ഷൻ ഫ്രീക്വൻസി. ഇപ്പോൾ സ്റ്റോറേജ് സ്പേസ്, സാനിറ്റേഷൻ, പബ്ലിക് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, കോമ്പാക്റ്റബിലിറ്റി, ഓണർഷിപ്പ്, ഇതെല്ലാം ഇറ്റ്സ് എ ഫാക്ടർ ഓഫ് കളക്ഷൻ ഫ്രീക്വൻസി. ദെൻ കളക്ഷൻ ക്രൂ, അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, എത്ര സൈസാണ് കളക്ഷൻ ക്രൂ എന്നൊക്കെ ഉള്ളത് ഡിപ്പെൻഡ്സ് ഓൺ ദി കളക്ഷൻ വെഹിക്കിൾ യൂസ്ഡ്, സ്പേസ്, നമ്പർ ഓഫ് ഹൗസസ്, വേസ്റ്റ് ജനറേഷൻ റേറ്റ്, കളക്ഷൻ ഫ്രീക്വൻസി, ഇതെല്ലാം വെച്ചിട്ടാണ് കളക്ഷൻ ക്രൂ ഡിസൈഡ് ചെയ്യുന്നത്. ദ റൂട്ടിംഗ് അനാലിസിസ് ആൻഡ് പ്ലാനിങ്, ഇതെല്ലാം സ്ട്രീറ്റ്സ് അനുസരിച്ച് സർവീസ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക, സൂപ്പർവൈസേഴ്സിനെ കൊടുക്കുക, അങ്ങനെയൊക്കെയാണ് ഡിവൈഡ് ചെയ്തിട്ടാണ് ഈ കളക്ഷൻ ക്രൂസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ഇസ് ട്രാൻസ്ഫർ സ്റ്റേഷൻ. ട്രാൻസ്ഫർ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം ഏറ്റവും അടുത്ത എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ ലോക്കലായിട്ട് ഏരിയയിലുള്ള ആക്രിക്കട, അവിടെയാണ് നമ്മുടെ ഇവിടെ ലോക്കലായിട്ട് നമ്മുടെ വീട്ടിൽ വരുന്ന വേസ്റ്റ് കൊണ്ടുപോകാൻ വരുന്ന മുനിസിപ്പാലിറ്റി അതോറിറ്റി എന്ന് വരുന്നതല്ലാതെ ചെറിയ ചെറിയ വേസ്റ്റ് പ്ലാസ്റ്റിക് ഒക്കെ കൊണ്ടുപോകാൻ വരുന്ന അങ്ങനെയുള്ള ആൾക്കാർ കൊണ്ടുപോകുന്ന വേസ്റ്റ് കളക്ട് ചെയ്യുന്ന ഒരു സ്ഥലം. അതുപോലെ തന്നെ മുനിസിപ്പൽ വേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് മുനിസിപ്പാലിറ്റിയുടെ ഒരു വേസ്റ്റ് കളക്ഷൻ സെൻറ്റർ ഉണ്ടാവും, ഒരു നോഡ് പോലെ ആക്ട് ചെയ്യുന്ന, ചെറിയ കളക്ഷൻ പോയിൻ്റ് അല്ലാതെ. അപ്പോൾ ഇങ്ങനെയുള്ളവർ കളക്ട് ചെയ്ത് കൊണ്ടുപോയി ഈ കുറേ വേസ്റ്റുകൾ കൂട്ടി ഒരുമിച്ച് ഒരു വലിയൊരു സ്റ്റേഷനിൽ പലതരം വേസ്റ്റുകൾ സെപ്പറേറ്റ് ചെയ്ത് സെഗ്രിഗേറ്റ് ചെയ്ത് അയക്കുന്ന സ്ഥലമാണ് ഒരു ട്രാൻസ്ഫർ സ്റ്റേഷൻ. അവിടെ വെച്ചാണ്, ഒരു റിമോട്ട് ഏരിയയിലാണ്, അവിടെ വെച്ചാണ് ഇതെന്ത് ചെയ്യുന്നത്, വെഹിക്കിളിൽ കയറ്റി ട്രാൻസ്ഫർ സ്റ്റേഷനിലേക്ക് ഡിസ്പോസൽ സൈറ്റിലേക്ക് കൊണ്ടുപോകുന്നത്. ഇങ്ങനെ ചെയ്യുമ്പം എഫിഷ്യൻസി കൂടുതലായിരിക്കും. അപ്പോൾ ഫൈനൽ ഡിസ്പോസൽ യൂണിറ്റിൻ്റെയും കളക്ഷൻ പോയിൻ്റിൻ്റെ ഇടയിലുള്ള ഒരു ഇൻ്റർമീഡിയറ്റ് ആണ്. അപ്പോൾ ഡിസ്പോസൽ പോയിൻറ്റ്സിൽ സ്മോൾ ട്രക്സിൽ കൊണ്ടുവന്നിട്ട് ലാർജർ ട്രക്കിലേക്ക് കയറ്റി കൊണ്ടുപോവുക. പ്രീ പ്രോസസ്സിങ് പോയിൻറ്റ്സ് ആണ്. അവിടെ വെച്ച് നമുക്ക് റീവാട്ടർ ചെയ്യാം, സ്കൂപ്പ് ചെയ്യാം, കംപ്രസ് ചെയ്തൊക്കെ എടുക്കാം. അപ്പോൾ ഇത് ചെറിയ ചെറിയ വണ്ടികളിൽ ഒരേ സ്ഥലത്ത് കൊണ്ടുവന്നായാലും ഈ ട്രാൻസ്ഫർ സ്റ്റേഷൻ ഉണ്ടായിട്ട് കൊണ്ടുവന്നതായാലും ഇറ്റ് ഈസ് കോസ്റ്റ് ഇസ് സെയിം. അപ്പോൾ ട്രാൻസ്ഫർ സ്റ്റേഷൻ ഇല്ലാതെ ചെയ്യുന്ന മെത്തേഡ്സ് ഉണ്ട്, ട്രാൻസ്ഫർ സ്റ്റേഷൻ ഉള്ളതാണെന്നുണ്ടെങ്കിലും കോസ്റ്റ് ഇസ് സെയിം ഫോർ ബോത്ത് കേസസ്. നെക്സ്റ്റ് ഇസ് ടൈപ്സ് ഓഫ് ട്രാൻസ്ഫർ സ്റ്റേഷൻ. രണ്ട് ടൈപ്പായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, സൈസ് അനുസരിച്ചിട്ട് സ്മോൾ ടു മീഡിയം ആൻഡ് ലാർജ്. സ്മോൾ ടു മീഡിയം ട്രാൻസ്ഫർ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പാസിറ്റി അനുസരിച്ച്, സ്മോൾ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 100 tons പെർ ഡേ, മീഡിയം എന്ന് പറഞ്ഞാൽ 100 to 300 tons പെർ ഡേ. അതനുസരിച്ചാണ് സ്മോൾ ആൻഡ് മീഡിയം ആയിട്ട് ക്ലാസിഫൈ ചെയ്തത്. അപ്പോൾ ഇത്രയും വേസ്റ്റേ വരുന്നുള്ളൂ എന്ന് വെച്ചാൽ 100-നേക്കാൾ കുറവേ വരുന്നുള്ളൂ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ സ്മോൾ ട്രാൻസ്ഫർ സ്റ്റേഷൻ. 100 to 300 വരികയാണെങ്കിൽ ഇറ്റ് ഈസ് എ മീഡിയം ട്രാൻസ്ഫർ സ്റ്റേഷൻ. ഇപ്പോൾ ഡയറക്റ്റ് ഡിസ്ചാർജ് സ്റ്റേഷൻ ദാറ്റ് പ്രൊവൈഡ്സ് നോ ഇൻ്റർമീഡിയറ്റ് വേസ്റ്റ് സ്റ്റോറേജ് ഏരിയ, ഇതാണ് ഒരു സ്മോൾ ടു മീഡിയം ട്രാൻസ്ഫർ സ്റ്റേഷൻ. ഇൻക്ലൂഡ്സ് എ റീസൈക്കിളബിൾ മെറ്റീരിയൽ സെപ്പറേഷൻ ആൻഡ് പ്രോസസ്സിംഗ് യൂണിറ്റ്, അതിന് തന്നെ ഒരു സെപ്പറേഷൻ യൂണിറ്റ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ കപ്പാസിറ്റി ഡിപ്പെൻഡ്സ് ഓൺ സൈസ് ആൻഡ് പോപ്പുലേഷൻ ഡെൻസിറ്റി ഓഫ് ദി ഏരിയ സെർവ്ഡ് ആൻഡ് ഫ്രീക്വൻസി ഓഫ് കളക്ഷൻ. നെക്സ്റ്റ് ഇസ് ലാർജ് ട്രാൻസ്ഫർ സ്റ്റേഷൻ. ലാർജ് ട്രാൻസ്ഫർ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഹെവി കൊമേഴ്ഷ്യൽ യൂസ് ബൈ പ്രൈവറ്റ് ആൻഡ് മുനിസിപ്പൽ കളക്ഷൻ വെഹിക്കിൾസ്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പം എ ടിപ്പിക്കൽ ഓപ്പറേഷണൽ പ്രൊസീജിയർ ഫോർ എ ലാർജ് സ്റ്റേഷൻ ഇസ് ആസ് ഫോളോസ്. ആദ്യം നമ്മുടെ കളക്ഷൻ വെഹിക്കിൾ സൈറ്റിൽ വരും, എന്നിട്ട് അത് അവിടെ ബില്ല് ചെയ്യും, വെയിറ്റ് നോക്കും, ആൻഡ് ഡയറക്റ്റഡ് ടു അപ്രോപ്രിയറ്റ് ഡംപിങ് ഏരിയയിലേക്ക് പോകും. ഇനി കളക്ഷൻ വെയിറ്റ് ഡംപിങ് ഏരിയയിൽ പോയി എംപ്റ്റി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതവിടെ വെയിറ്റിംഗ് പ്ലാറ്റ്ഫോം or പിറ്റിലേക്ക് പോകും. ഇനി ആഫ്റ്റർ അൺലോഡിങ് കളക്ഷൻ വെഹിക്കിൾ ലീവ്സ് ദ സൈറ്റ്. പിന്നെ വെയിറ്റ് ഒന്നും നോക്കില്ല, അവിടെ നിന്ന് വെയിറ്റ് ഒന്നും നോക്കാതെ, കാരണം നമുക്കറിയാം എംപ്റ്റി ആണ് അല്ലെങ്കിൽ ഇത്ര വേസ്റ്റ് ഉണ്ട് എന്നാൽ നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ അതുകൊണ്ട് അത് പിന്നെ വെയിറ്റ് ഒന്നും നോക്കാതെ തിരിച്ചു പോകും.
ഇനി ട്രാൻസ്ഫർ vehicles are weighted either during or after loading. Trailers can be more consistently loaded to just under maximum legal weights, and this maximum payloads and minimize weight violations. അപ്പോൾ അതിൻ്റെ മാക്സിമം ലീഗൽ വെയ്റ്റിനനുസരിച്ച് കാണാൻ അത് ലോഡ് ചെയ്യുള്ളൂ, മാക്സിമം പേലോഡേ ലോഡ് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയ്റ്റ് വയലേഷൻസ് ഒന്നും ഉണ്ടാവില്ല. ഹെവി ആയിട്ട് നിറച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് റോഡിൽ പോകുമ്പോൾ സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ടാവും. നെക്സ്റ്റ് ഇസ് ബെനിഫിറ്റ്സ് ഓഫ് ട്രാൻസ്ഫർ സ്റ്റേഷൻ. ട്രാൻസ്ഫർ സ്റ്റേഷൻ ഉള്ളത് കൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റിയിൽ നമുക്ക് ചെറിയ ചെറിയ ലോഡ് കൊണ്ടുവന്നിട്ട് ഒരു സ്ഥലത്ത് ഡംപ് ചെയ്തിട്ട് വലിയ വെഹിക്കിളിലേക്ക് കയറ്റി കൊണ്ടുപോകാം. ഇറ്റ് ഓഫേഴ്സ് മോർ ഫ്ലെക്സിബിലിറ്റി ഇൻ വേസ്റ്റ് ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ ഓപ്ഷൻസ്. പിന്നെ അതുപോലെ തന്നെ അത് എയർ പൊല്യൂഷൻ കുറയ്ക്കും, കാരണം ഈ വേസ്റ്റ് കുറേ കൊണ്ട് ട്രാവൽ ചെയ്യുന്നതിനേക്കാളും, പിന്നെ അതുപോലെ ഫ്യൂൽ കൺസംഷൻ കുറവാണ്, അപ്പോൾ വണ്ടിയുടെ എണ്ണം കുറവാണ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നത്. അങ്ങനെ കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. പിന്നെ അലൗസ് ഫോർ സ്ക്രീനിങ് ഓഫ് വേസ്റ്റ് ഫോർ സ്പെഷ്യൽ ഹാൻഡ്ലിംഗ്. അപ്പോൾ ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേഷനിൽ വെച്ചിട്ട് അത് ഏതൊക്കെ ടൈപ്പ് ഓഫ് വേസ്റ്റ് ആണെന്നുള്ളതൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് സ്ക്രീനിങ് ആയി അവിടെ നടക്കുന്നത്. നെക്സ്റ്റ് റെഡ്യൂസസ് ദ ട്രാഫിക് അറ്റ് ഡിസ്പോസൽ ഫെസിലിറ്റി. ഒരു 100 ട്രക്സ് വരുന്നതിന് പകരം ഒരു 10 ട്രക്സ് വരുമ്പോൾ അവിടെ നമ്പർ ഓഫ് ട്രക്സ് റീച്ചിങ് ദ ഡിസ്പോസൽ സൈറ്റ് വിൽ ബി റെഡ്യൂസ്ഡ്. And then offers citizens facilities to convenient drop-off of waste and recycling.